വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ സ്കൂളുകളിലെ 5 മുതൽ 9 വരെ ക്ലാസ്സുകളിൽ വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് നേടാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 20 മുതൽ 27 വരെ പഠന പിന്തുണാ പ്രവർത്തനങ്ങൾ ഒരുക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന QIP യോഗം തീരുമാനിച്ചു. വാർഷിക പരീക്ഷയുടെ ഫലം സ്കൂളുകളിൽ ഏപ്രിൽ 17 പ്രസിദ്ധീകരിക്കും. 30% മാർക്ക് നേടി ക്ലാസ് കയറ്റത്തിന് യോഗ്യത നേടാത്ത വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ 18 സ്കൂളിൽ വിളിച്ചു ചേർക്കുകയും വിവരം ധരിപ്പിക്കുകയും വേണം. ഇതിനുശേഷം 20 മുതൽ 27 വരെ വിദ്യാർത്ഥികൾക്ക് പഠന പിന്തുണാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രത്യേക ക്ലാസുകൾ നടത്തും. അടുത്ത അറിയിപ്പ്, ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപന തീയതിയിൽ മാറ്റം. മെയ് 25 ഫലം പ്രഖ്യാപിക്കുക. മെയ് 22 പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ഇന്നു മുതൽ ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. അതേസമയം ഈ വർഷത്തെ പ്രവേശനോത്സവം ജൂൺ 1 നടക്കും. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ മെയ് 2 മുതൽ ആരംഭിക്കും. 4,17,497 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ദുബായിലെ 633 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ല. UAEയിലെ പരീക്ഷകൾ റദ്ദാക്കി. SSLC മോഡൽ പരീക്ഷയുടെ മാർക്കും ഗ്രേസ് മാർക്കും മാനദണ്ഡമായി വിദ്യാർത്ഥികൾക്ക് മാർക്ക് നൽകും. വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 3-ാം വാരം പ്രസിദ്ധീകരിക്കും. അധ്യാപകർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി വന്നതിനാലാണ് ഫലപ്രഖ്യാപനം വൈകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസപരമായ എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്.